ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ റൈസ് റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ ഈ ഒരു ചോറ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചോറാണ്. ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി റൈസ് റെസിപ്പി ആട്ടോ, എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് ചില്ലിയും അതുപോലെ മന്തിയും പിന്നെ ബിരിയാണിയും ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡിഷാണ്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പേരെന്തെങ്കിലും ഇത് കണ്ടപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ 1 കിലോ ബീഫും 1 കിലോ റൈസുമാണ് ഈ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ ഇറച്ചി പീസ് തന്നെ എടുക്കുക. നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ അത് വേവിച്ച ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വലിയ പീസായിട്ടുള്ള ഈ ഒരു ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം ബീഫിലോട്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ കുറേശ്ശെ മതി കേട്ടോ. 1 കിലോ ബീഫിലോട്ട് കുറേശ്ശെ മതി, ഒരു 1/2 ടീസ്പൂൺ വീതം എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി. അപ്പോൾ ഈ 4 ചേരുവകളും ചേർത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ ആദ്യം ബീഫ് ചില്ലി ഡ്രൈ ആക്കിയ ശേഷമാണ് നമ്മൾ മെയിൻ റെസിപ്പിയിലോട്ട് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാറുണ്ട് വേവിച്ച ശേഷം. അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് ഇതൊരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം വേവുള്ള ബീഫാണെങ്കിൽ ഒരു 4 വിസിൽ, അതായത് നമുക്കൊരു ബീഫ് ഒരു 80% നമുക്ക് കുക്കാക്കി എടുക്കണം. അതിന് ശേഷം നമ്മളത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ, മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പം ബീഫ് 80% നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലോട്ട് ഞാൻ എടുക്കുന്ന റൈസ് സെല്ല ബസ്മതി റൈസാണ്. മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന റൈസാട്ടോ നമ്മൾ എടുക്കുന്നത്. മഞ്ഞ കളറായിരിക്കും. സാധാ ബസ്മതി റൈസ് ഒരു വെള്ള കളറായിരിക്കും കേട്ടോ. അപ്പം ഞാൻ മട്ടൻ ഹനീത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ള കളറുള്ള ബസ്മതി റൈസ് ഉണ്ട്, മഞ്ഞ കളറുള്ള ബസ്മതി റൈസ് ഉണ്ട്. മഞ്ഞ കളറുള്ള തന്നെയാണ് പറയുന്നത് സെല്ല ബസ്മതി റൈസ്. മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ആ റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പം 5 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്തൊന്നും വെക്കേണ്ട, നേരിട്ട് നമ്മൾ ചോറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കഴുകി എടുത്തിട്ട് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല, അതായത് നമുക്ക് ഈ ഒരു റൈസിലോട്ടൊരു മസാല വേണമല്ലോ, അത് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ള ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ, കാരണം നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത് ബീഫിൻ്റെ മസാല റെഡിയാക്കുമ്പോഴാണ്, അല്ലാണ്ട് ബീഫ് ഫ്രൈ ആക്കുന്ന സമയത്തല്ല കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 വിസിൽ വന്ന ശേഷം നമ്മൾ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ ബീഫ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 80% വേവാണ് കേട്ടോ. ഒട്ടും തന്നെ വേവാത്ത ബീഫ് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ നിൽക്കരുത്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ ബീഫ് ചില്ലി ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ചില്ലി ഗ്രേവിയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം അങ്ങനെ നമ്മളിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. വല്ലാണ്ട് തിന്നാക്കി എടുക്കേണ്ട, അപ്പോൾ ഭയങ്കര ക്രിസ്പാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അടുത്തൊരു ബിരിയാണി ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത്. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് കുറേ ടേസ്റ്റിലുള്ള ബിരിയാണികൾ ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാതും വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ഓരോന്നിലും നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫ്ലേവർ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു റൈസ് കേട്ടോ. അപ്പോൾ ബീഫ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ 1 ക്യൂബ് ബീഫിൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ക്യൂബ് മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു കോമ്പിനേഷൻ ഡിഷാണ്. അറബിക് ഡിഷും നമ്മുടെ ബിരിയാണിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് ഏതെങ്കിലും ഒരു അറബിക് മസാല വേണം. ഞാൻ 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർക്കുന്നുണ്ട്. മന്തി മസാലയാവാം, കബ്സ മസാലയാവാം, അല്ലെങ്കിൽ മജ്ബൂസ് മസാലയാവാം, ഏതെങ്കിലും ഒന്ന് കേട്ടോ, 1 മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 1 ടേബിൾ സ്പൂണ് വിനാഗിരി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിന് പകരം നമ്മൾ നേരത്തെ ബീഫ് ഒന്ന് വേവിച്ചെടുത്തപ്പം അതിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ബീഫിന് നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് കളയണ്ട, അത് ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറേ വേണ്ട കേട്ടോ, കാരണം നമുക്ക് ബീഫിൽ ഒരുപാട് വെള്ളത്തിൽ മാരിനേറ്റ് ചെയ്യേണ്ട, കുറച്ച് വെള്ളം മാത്രം, ആ ഒരു മസാല നന്നായിട്ടൊന്ന് കമ്പൈൻ ആയിട്ട് കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുപാട് ചേർക്കണ്ട കേട്ടോ, സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കണ്ട. നമ്മളിനി മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ക്രഷ്ഡ് ചില്ലി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചേരുവം കൂടി ചേർക്കാനുണ്ട്, കോൺഫ്ലോർ. അപ്പോൾ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അത് കുറച്ച് മാത്രം മതി കേട്ടോ, വല്ലാണ്ട് ചേർക്കണ്ട. കാരണം നമ്മളത് ബീഫ് ചില്ലി ഡ്രൈ അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഒന്ന് ബീഫ് ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർക്കുക, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാം കേട്ടോ, കുറേ നേരം എടുത്ത് വെക്കുന്നൊന്നുമില്ല. ഇനി ഓയിൽ ചൂടാക്കിയ ശേഷം അതിലോട്ട് നമുക്ക് ഈ ഒരു ഇത് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കണം, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഞാനിത് 3 തവണകളായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഫ്രൈ ആക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാന് ചൂടാക്കിയ ശേഷം ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു 1/4 കപ്പ് മതിയാവും. എന്നിട്ട് അതിലോട്ട് ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, ഇത് 3ഉം കൂടി ചേർത്തിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേറെ ഒന്നും ചേർക്കാനില്ല. ഞാനിപ്പോൾ തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്, തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിപ്പം 10 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൽ ലാസ്റ്റ് കപ്പ് ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചല്ലോ ബീഫിൻ്റെ സ്റ്റോക്ക്, ആ ഒരു വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് 10 കപ്പ് ആക്കണ്ട, ഒരു 9.25 കപ്പ് ആക്കിയാൽ മതി കേട്ടോ. കുറച്ചൊരു 1/4 കപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം, ഓവറായിട്ട് കുക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിൽ വെള്ളത്തിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അറബിക് മസാല, നമ്മൾ ബീഫിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ അറബിക് മസാല തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബീഫിൻ്റെ സ്റ്റോക്കാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഒരു ബാച്ച് ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. ബീഫ് ഭയങ്കരമായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കാനുള്ളത്. പിന്നെ നമുക്ക് ബീഫിൻ്റെ മസാല വേണമെങ്കിൽ റെഡിയാക്കാം, പക്ഷേ ഈ ഒരു എണ്ണയിൽ തന്നെ റെഡിയാക്കുമ്പം ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബീഫ് ഫ്രൈ ആക്കിയ ശേഷം ആ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് ബീഫിൻ്റെ മസാല റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ മൊത്തത്തിൽ ഇതിലോട്ട് 2 പാക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അതിൽ 4 ക്യൂബ്സ് ഉണ്ടാവുമല്ലോ, അപ്പം 4 ക്യൂബ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചോറിലോട്ട് വേറെ, മസാലയിലോട്ട് വേറെ, പിന്നെ ബീഫ് ഫ്രൈ ആക്കുമ്പോൾ വേറെ കേട്ടോ, അങ്ങനെയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് തിളയ്ക്കാനുള്ള, ചോറല്ല അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും വേണം കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് അരി അവിടെ ഇരുന്നിട്ട് വേവട്ടെ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്, അത് എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബസ്മതി റൈസ് വെച്ചിട്ടും ഈ ഒരു ചോറ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാതും നമ്മൾ മട്ടൻ ഹനീത്തിലോട്ട് സാധാ ബസ്മതി റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് അവിടെ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബീഫിൻ്റെ മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ബീഫ് ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സവോള, ഒരു 4 സവോള നല്ലോണം കനം കുറച്ചിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവോള നല്ലോണം ഒന്ന് വഴണ്ട് വന്നോട്ടെ. കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബീഫ് ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ.
അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്ന ഒരു പേര് നിങ്ങൾ കമൻസിൽ സജസ്റ്റ് ചെയ്യുക. ഇൻഷാല്ല ഞാൻ അതിൽ നല്ലോണം ലൈക്സ് കിട്ടിയിട്ടുള്ള പേരുകളിൽ നിന്ന് ഒരു പേര് എന്തായാലും ഇതിനിടുന്നതായിരിക്കും, ടൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. 2 ദിവസത്തിനകത്ത് ഞാൻ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് പേര് ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെന്താ, അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നല്ലോണം വഴണ്ട് വന്ന ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷം അതിലോട്ട് പച്ചമുളക് ഒരു 2-3 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ വീണ്ടും നമ്മുടെ അറബിക് മസാല ചേർക്കുന്നുണ്ട്. മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സ മസാലയോ മജ്ബൂസ് മസാലയോ ഏതും ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ചിക്കൻ സ്റ്റോക്ക് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് 2 ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ മസാല നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പ് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. മസാല നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ആ വെള്ളം ഇനിയും വറ്റാനുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് സെപ്പറേറ്റ് ആയിട്ട് അരി നമ്മൾ വേവിച്ചിട്ടായിരിക്കും നമ്മൾ മന്തി റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിലോട്ട് നമ്മൾ അരി വറ്റിച്ചെടുക്കുകയാണ്, അല്ല വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിയ സമയത്ത് ഞാനിതിലോട്ട് നമ്മൾ മന്തിയിലോട്ടൊക്കെ ചെയ്യുന്ന പോലെ പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ സവോള ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി പകരം നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതി, എക്സ്ട്രാ പുളിയൊന്നും ആവശ്യമില്ല. പിന്നെ സ്റ്റോക്കും ഉണ്ടല്ലോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇത് ഈ ഒരു മസാലയിൽ ഒരു കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ഫ്ലെയിമിൽ. എപ്പോഴും നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടുള്ള ചേരുവകൾ നമ്മൾ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുമ്പം അത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ കുറച്ചൊരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് ചേർത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂണൊക്കെ മതി, അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ നമ്മൾ അറബിക് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമോ എന്നൊക്കെ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചോറിലും ആ ഒരു ഗ്രേവിയിലൊക്കെ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ട, സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇതിലോട്ടൊക്കെ സൺഫ്ലവർ ഓയിൽ തന്നെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ മല്ലിയില പുതിനയില അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്, ഈ ഒരു ബീഫിൻ്റെ മസാലയ്ക്ക് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അറബിക് മസാല ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകേണ്ട, അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി തന്നെ ഒരു വ്യത്യസ്തമാവുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ബീഫ് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചോറിൽ വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എക്സ്ട്രാ കാണുന്നൊന്നുമില്ല, എന്നാലും ഒന്നുകൂടെ കുക്കായിക്കോട്ടെ. നമുക്കൊന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അതുപോലെ ബീഫിൻ്റെ മസാല നന്നായിട്ട് കുക്കാവുന്നുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ബീഫും നന്നായിട്ട് കുക്കായിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ റൈസും ബീഫും സെപ്പറേറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വിളമ്പാം. അപ്പോൾ ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു ഇത് തുറക്കുന്ന സമയത്ത്.
ഇതിലിപ്പം നമ്മൾ ബിരിയാണിയുടെ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ബീഫ് ചില്ലി ഡ്രൈ ഫ്രൈയും ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് മൂന്നും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഡിഷാണ്. അപ്പോൾ മൂന്നും കൂടി ആയപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് എന്താണ് ടേസ്റ്റ് എന്ന് പറയാനൊന്നും വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബീഫിൻ്റെ മുകളിലോട്ട് ഈ ഒരു റൈസ് ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൈസ് വേറെ ബീഫിൻ്റെ മസാല വേറെ അങ്ങനെയാണ് ഇപ്പം സെർവ് ചെയ്യുന്നത്. എന്നാലേ ഫോട്ടോയിൽ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മയനൈസ് അല്ലെങ്കിൽ നമ്മുടെ മന്തിയുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത്. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനേക്കാളും ടേസ്റ്റ് വരുന്നത് നമ്മുടെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ മയനൈസ് ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഇതുപോലെ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു രസമാണ്. അതുപോലെ കഴിക്കുന്നവർക്കും തീർച്ചയായിട്ടും വെറൈറ്റി ആകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ പറ്റി നല്ലൊരു പേര് നിങ്ങൾ കമൻസിലൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ ഞാനതെന്തായാലും ടൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു പേര് എന്തായാലും ടൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.